ഇന്ന് ആദ്യം ലോ സ്റ്റോറി തന്നെ പറയട്ടെ കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് നിയമം അറിയണമെന്ന് താല്പര്യമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, കുറച്ച് നിയമമാണ് എൻ്റെ അടുത്ത് നിന്ന് എല്ലാവർക്കും അറിയേണ്ടത്. ജീവിത പാഠങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഏട് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ 100 സജഷൻസാണ് കേട്ടോ. എന്താണെന്നറിയോ, അതൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. ഞാനൊരു 30 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വനിതയല്ലേ എന്ന് പറഞ്ഞാൽ 30 വർഷത്തോളമായി എൻ്റെ ഒരു ആസ് എൻ അഡൾട്ട് എൻ്റെ ലൈഫ് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇന്ന് ഇങ്ങനെ എത്തി നിൽക്കുന്നുവെങ്കിൽ ഐ ഷുഡ് ബി എ സക്സസ്ഫുൾ പേഴ്സൺ അല്ലേ. ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ നല്ലൊരു സക്സസ്ഫുൾ മാരേജ്, നല്ല ഒരു സക്സസ്ഫുൾ കരിയർ എല്ലാം കൊണ്ടുവന്ന് അതിനുശേഷമാണ് ഞാൻ 1000-10,000-ഓളം ആകുന്നേ ഉള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഞാൻ വന്ന് പറയുന്നത് ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് ദിസ് പേജ് ഫോർ യു. എന്തിനാണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഇനിയും ഒരു തലമുറ ഉരുവായി വരുന്നുണ്ട്. അവർ ആദ്യം മുതൽ തന്നെ നമ്മുടെ റൈറ്റ്സ് വിട്ടുകൊടുക്കാൻ പാടില്ല, എന്നാൽ നമ്മുടെ കർത്തവ്യവും കടമകളും മറക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇങ്ങനെ പേജസ് ഇങ്ങനെ തുറന്നു കാണിക്കുന്നത്. അതല്ലാതെ നിങ്ങളവിടെ എന്നെ ജഡ്ജ്മെൻറ്റലാകാനാണ് ഇരിക്കുന്നതെങ്കിൽ ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു സ്ക്രോൾ ഓഫ്, അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. അങ്ങനെ എന്നോട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നവർക്ക്, അതായത് ഒരു കുട്ടി അനുപ എന്ന പേരുള്ള കുട്ടി, അത് പറഞ്ഞേ പറ്റൂ എനിക്ക് നിങ്ങളോട് കേട്ടോ. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നതിനോട് യോജിക്കണമെന്നില്ല എനിക്ക്. പക്ഷേ എൻ്റെ ഈ ഒരു 1.5 വർഷമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എന്താണെന്നും വാട്ട് ഐ ആം ട്രൈയിങ് ടു കൺവേ ഇറ്റ് ടു ദി സൊസൈറ്റി എന്നും എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് ഞങ്ങൾ ആരും തന്നെ അതായത് അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആൾക്കാരാട്ടോ. അരവിന്ദിൻ്റെ ബ്രദറും പിന്നെ എൻ്റെ ബ്രദറും ഞങ്ങൾ 4 പേര്. വേറെ ആരുടെയും കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവരെ പറ്റി എനിക്ക് മതിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ പറ്റി ഒന്നും പറയാത്തത് കേട്ടോ. ഇത്രയും പേരുടെ കാര്യം ഞാൻ പറയാവേ. അവർ നല്ല മക്കളാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാടങ്ങളിലൂടെ ഒന്നുമല്ല ഞങ്ങൾ ആരും ജീവിച്ചേക്കുന്നത്. എന്നാൽ ഉണ്ട് താനും. ഞങ്ങൾ ദരിദ്രമായ അവസ്ഥയിൽ കൂടി വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഒരുപാട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ വിടാതിരിക്കുന്നതൊക്കെ വളരെ താഴെ ശ്രേണിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ട് നടക്കുന്നത് ഒരു മിടുക്ക് തന്നെയാണ്. അതിനാണ് എൻ്റെ അച്ഛനെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ചില കാര്യങ്ങളിൽ അവിടെയും ഫ്ലോസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും നമ്മുടെ ഞാൻ പറയല്ലേ അച്ഛൻ്റെ കുഴപ്പവും ഞാൻ പറയാമെന്ന്. അച്ഛൻ ഇങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഹരിതാപയും അയ്യോ ഇവിടുത്തെ വെള്ളം, അമ്മ എങ്ങനെ തന്നെയാണ്, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ വായു, ഇവിടുത്തെ കാറ്റ്. ശരിയാണ്. ഇപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അവരെന്നോട് ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ മാഡത്തിൻ്റെ അച്ഛൻ 87 വയസ്സായോ? ഞാൻ പറഞ്ഞു അതെ, അരവിന്ദിൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, അമ്മയും ഉണ്ട് ഇപ്പോഴും, എൻ്റെ അമ്മയും ഉണ്ട്, ബോത്ത് ദ പേരൻസ് ആർ അലൈവ്. ഞാൻ പറഞ്ഞു യെസ്. അവർക്ക് വേറെ ഇങ്ങനത്തെ ഇങ്ങനെ റുട്ടീൻ ഇങ്ങനെ ചെയ്തിട്ട് പോകും. ഡയബറ്റീസ് ഒന്നും ഏർലിയർ ഇതിലൊന്നും ഇല്ല, അമ്മയ്ക്ക് വന്നിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയണേ എന്താണെന്നറിയോ, അതൊരു റിസർച്ച് ഉണ്ട്. നമ്മുടെ സ്ഥലം വിട്ടിട്ട്, അതായത് നമ്മൾ എവിടെയാണ് പിറന്ന് നമ്മുടെ ഇൻഹാബിറ്റൻ്റ് ആയിട്ട് നമ്മൾ ഇരുന്നത്, അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ എൻഡോക്രൈനോളജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പഠിത്തങ്ങൾ പറയുന്നു. അതിൽ അവർ പറയുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ കോള കുടിക്കൽ, അതൊക്കെ ഒരുതരം ജീവിതശൈലി അങ്ങ് മാറും. നമ്മൾ നാട്ടിൻപുറത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എൻ്റെ വീട്ടിലത്തെ ശൈലി ഞാൻ പറയട്ടെ. അച്ഛനും അമ്മയും ഞാനും ആകേഷും കേട്ടോ, എൻ്റെ അനുജൻ. അപ്പം അവൻ എന്നെക്കാളും 6-7 വയസ്സിന് ഇളയതാണ്. അപ്പോൾ എൻ്റെ അച്ഛമ്മ, ഞാൻ പണ്ട് പറഞ്ഞു എൻ്റെ അച്ഛമ്മയുടെ കഥ. അച്ഛമ്മ വന്നിട്ട് ആശാൻ പള്ളിക്കൂടം, ആശാട്ടി എന്നാണ് വിളിക്കുക. വീട്ടിൽ തന്നെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കണ കാരണം എല്ലാവരും ആശാട്ടി എന്നാണ് വിളിക്കുക. അന്നത്തെ കാലത്ത് 4ാം ക്ലാസ്സൊക്കെ പഠിച്ചാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ജോലിയായിട്ട് എപ്പോഴും ട്രിവാൻഡ്രത്തും കണ്ണൂരും കോഴിക്കോടും അങ്ങനെ ഇരിക്കൂർ അങ്ങനെ ഇടുക്കി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ മാറി ജോലി ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാം ഗ്രാമപ്രദേശങ്ങളിലാണ് കേട്ടോ.
അച്ഛന് അതുകൊണ്ട് അവിടെ നിന്നും ഒരു വ്യാധിയോ ആദിയോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് നടക്കുകയും ചെയ്യും. എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ അമ്മയും തമ്മിലൊരു കോർഡിയൽ റിലേഷൻഷിപ്പുമാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പച്ചിമാരൊക്കെ വരും. എല്ലാം ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ആരും ഈ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ കേരളം വിട്ട് പുറത്തേക്ക് പോയാലാണ് ഈ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വ്യാധികൾ വരുന്നതെന്ന് റിപ്പോർട്ടുണ്ടെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് വന്നത് എന്ന് പറയുന്നു. കാരണം എനിക്ക് 48 വയസ്സ് മുതൽ എൻ്റെ ഈ ഹെൽത്തിൻ്റെ ഈ സിസ്റ്റംസ് ഉണ്ടല്ലോ അതെല്ലാം ഹെയർ വയറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ ഹാബിറ്റ്സ് എങ്ങനെയാണ്. ആക്ച്വലി ഞാൻ രാവിലെ എഴുന്നേക്കും, ഞാൻ ബീച്ച് സൈഡിൽ നടക്കാൻ പോകും, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ വീടെന്ന് പറയുന്നത് പെരുമ്പാവൂർ കാലടി ആ ഏരിയ നിങ്ങൾ കണ്ടിട്ടില്ലേ, മലയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ, കുറച്ച് മലകളും പിന്നെ കേരളം എപ്പോഴും മഴയും തണുപ്പും ഒക്കെ അല്ലേ. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ തമിഴ്നാട്, മദ്രാസ്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എൻ്റെ ഈ ഇത് ഒരുമാതിരി ആയിട്ടുണ്ടാകും. അതാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. ഗൾഫിലേക്കൊക്കെ വന്നാൽ പറയേ വേണ്ട ഡയബറ്റീസ് പിടിക്കുന്നു ഈ സ്ഥലം മാറി വരുമ്പോൾ. അതങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വർക്ക് ചെയ്യാനൊക്കെ വന്ന് ഇത്രയും, എൻ്റെ ഹസ്ബൻഡിനും അതെ കേട്ടോ ഇതുപോലെ തന്നെയാണ് പിടിച്ചത്. ഞങ്ങളുടെ പപ്പയ്ക്കും, പപ്പ വാസ് ഇൻ ആസാം അല്ലേ, അരവിന്ദിൻ്റെ പപ്പ ഏർലി 38-40 വയസ്സായപ്പോഴേക്കും പപ്പയ്ക്ക് വന്നു. പിന്നെ അമ്മ ഭയങ്കര കുക്കായിരുന്നു, ലൈക്ക് ബേക്കൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് മുതലേ വിമൻസ് ഇറയും ഫെമിനെയും ഒക്കെ നോക്കി പുതിയ പുതിയ കേക്കുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും കുക്കറിലൊക്കെ കേക്ക് ഉണ്ടാക്കി കളയും പാർട്ടി. അത്ര ആരും പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ ഷീ യൂസ് ടു ഡു സച്ച് തിങ്സ്. അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക വൈഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൈഭവമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്നോടത്തുള്ള പെരുമാറ്റമൊന്നും അത്ര സുഖമൊന്നും ആയിരുന്നില്ല. അത് ഇപ്പം ഞാൻ തുറന്നു പറയും, ഞാൻ അങ്ങനെയാണ്. നിങ്ങൾ വേറെ ആ കുട്ടി എന്ന് പറഞ്ഞില്ലേ, അനൂപ എന്ന് പറഞ്ഞ ആ കുട്ടി ഇതിൽ വന്ന് കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ 3-4 കമൻസ് ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. മാവേലിക്കരയിലെ ആരോ ആണ് ആ കുട്ടി. ആ കുട്ടിയുടെ അടുത്ത് പറയുന്നത്, ഈ അമ്മ ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കുന്നത്, പിന്നെ ചേച്ചി എന്തുകൊണ്ട് അവിടെ പോയി, ആൻറ്റിക്ക് അവിടെ പോയി താമസിച്ചുകൂടെ. അപ്പോൾ സമ്മൺ ഹൂ ഈസ് റിയലി യങ്ങർ ദാൻ മീ ആണ് എന്നെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരെ, ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഞാൻ ശരിയോ തെറ്റോ എന്ന് പറയാനൊന്നുമല്ല, ഇതാണ് നടക്കുന്നത്. മൈറ്റ് ബി റോങ്, ബട്ട് ഐ ഡോണ്ട് വോണ്ട് യു ടു കം ആൻഡ് റെക്ടിഫൈ മീ. കാരണം എന്താണെന്നറിയോ, ഞാൻ എന്തായാലും ഈ ആൻറ്റീന്ന് വിളിച്ചതുകൊണ്ട് ആ കുട്ടിനേക്കാൾ ഭയങ്കര മൂത്തതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ ഒരു ചാനൽ തുടങ്ങി ഇവിടെ വന്നിരുന്ന് പറയാനുള്ള അത്രം വരെ ഞാൻ വളർന്നെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. കൊച്ചു പറഞ്ഞൊന്നും വേണ്ട, ആൻറ്റിക്ക് അതായിരിക്കും നല്ലതെന്ന്. എന്താ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കും. ഞാൻ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നുണ്ടോ, നിങ്ങൾ നോക്കൂ. എനിക്ക് സമൂഹത്തിലേക്ക് ഇത് പറയണം, അറിയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയും. അത് ഏത് എന്താ പറയണേ കൊമ്പത്തെ ആൾ വന്നാലും ഞാൻ വിളിച്ചു പറയും. കാരണം ഐ നോ ഐ എം റൈറ്റ് ആൻഡ് ഐ എം കറക്റ്റ്. ആ കുട്ടി പറയാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടിക്ക് നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറെ ആരോ അതിൻ്റെ മുകളിൽ വന്നിട്ട് എനിക്ക് ചേച്ചിയുടെ വ്ളോഗ്സ് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പൊക്കി. ഞാൻ പൊങ്ങത്തൊന്നുമില്ല അതൊന്നും കേട്ടാലും, ഇഷ്ടമല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഭയങ്കര അജിറ്റേറ്റഡ് ആണ്, കൈവിട്ടു പോയിരിക്കുകയാണ് എൻ്റെ, മനസ്സിലായോ? കാരണം ഇത്രയും ചെയ്തു കൊടുക്കുന്ന ആളുകളെ മാത്രം കുറ്റം പറയുന്നത് എന്തൊരു സമൂഹമാണിത്. വേറെയും ആ മക്കളുണ്ട് ഇവർക്ക് കേട്ടോ, ഈ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടി ഇവരെ തിരിഞ്ഞു നോക്കത്ത പോലുമില്ല. അതൊന്നും അയൽവക്കത്തുകാരോട് പറയില്ല. എൻ്റെ നാത്തൂനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. അവരും ഷാർജയിലേക്കാണ്, അവരും ബാംഗ്ലൂരിൽ വന്നിട്ട് അങ്ങ് പോയി. അതൊന്നും ചോദിക്കാനും പറയാനൊന്നും ഒരു നാട്ടുകാരനെയും കണ്ടില്ല, എന്നെയും അരവിന്ദനെയും. സി ഐ എം എന്താ പറയുക, ഐ എം പ്രസ്റ്റീജിയസ്ലി ഐ എം ടെല്ലിങ് യു, ഐ എം ജസ്റ്റ് എബവ് ഓൾ ദിസ്. അവരെക്കാളും മേന്മയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ പണി നോക്കട്ടേന്നേ. എന്നോട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ, എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊന്ന് വെൻ്റ് ഔട്ട് ചെയ്യണ്ടേ. ഞാനത് പറഞ്ഞതിൻ്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര ഒരു നന്മമരം കാണിക്കുന്നു. ഈ പറഞ്ഞ ആൾക്കാർ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ആവറേജ് ഒരു 50,000-60,000 രൂപ ചിലവാക്കുന്നുണ്ട്. ഞങ്ങൾ അറിയാവോ ആ അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമോ അങ്ങനെ? ഇപ്പം ചെയ്യും ആൾക്കാർ. ആരും ചെയ്യത്തില്ല, ചെയ്യുന്ന മക്കളുണ്ട് കേട്ടോ. അല്ല, ഞാൻ എൻ്റെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ആ പറഞ്ഞ ആൾ ചെയ്തിട്ടുണ്ടാവില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം എൻ്റെ ഈ ജേണി എന്താണെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞ് എന്നെ എന്താ പറയണേ ഓലപ്പിപ്പി ഊതി പേടിപ്പിക്കേണ്ട, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പറയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്തേക്കാന്നേ. എന്തിനാ വെറുതെ വന്നിരുന്ന സമയം കളയണേ? എൻ്റെയും ഇപ്പോൾ ഈ ഇത്രയും 10-15 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറയുന്നു, മനസ്സിലായില്ലേ? പല പല കാര്യങ്ങൾ പറയുന്നു. എനിക്കെന്താ ആവശ്യം ശരിക്കും പറഞ്ഞാൽ? എന്നാൽ ആലോചിച്ച് നോക്കുക. എൻ്റെ ഇഷ്ടമല്ലേ? എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ലൈഫ്, മനസ്സിലായോ? മൈ പേജ്, മൈ യൂട്യൂബ്, I will come and talk here.
ദിസ് ഇസ് മൈ എന്താ പറയുക വെൻറ്റിങ് ഔട്ടാണ്. എനിക്ക് ലോകത്തോട് പറയാനുള്ളത്. ഇവിടെ ഇരുന്ന് കുറുകുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ ധൈര്യമുള്ളവർ പറയണമെങ്കിൽ പറഞ്ഞോ. ആ ധൈര്യം ഇല്ലല്ലോ പറയാനായിട്ട്. വന്നിരുന്നും കൊണ്ട് അയ്യോ അമ്മയ്ക്ക് ഭയങ്കര വയസ്സായതല്ലേ, അമ്മയ്ക്ക് വിഷമം തോന്നിക്കാണും. അപ്പം ഞങ്ങൾ വന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വിഷമം. അതിനെ കുശുമ്പെന്ന് പറയും. എൻ്റെ അച്ഛനെ നോക്കാൻ വന്നപ്പോൾ വരാതിരുന്നു എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്നത് കേട്ടോ. ഇപ്പം എനിക്ക് പറയാതിരിക്കുമല്ലോ വന്നു എന്നുള്ളത്. അവരെങ്ങനെ അറിയാനായിട്ടാ? ഞാൻ അവരുമായിട്ട് ദിവസമൊന്നും ഞാൻ സംസാരിക്കാറൊന്നുമില്ല. എനിക്കതിന് ആവശ്യമില്ല, ഞാൻ ചെയ്യില്ല. ഞാൻ ശരിക്കും ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഗൈസ്. നിങ്ങൾ ആര് കേട്ടാലും ഇപ്പം ഇത് കേൾക്കുന്നവർ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങളത് അനുഭവിച്ചാലേ അറിയുള്ളൂ മക്കളെ. എനിക്ക് മതിയായി. എനിക്ക് ഈ എന്താ പറയുക, ഫൈറ്റ് ചെയ്ത് എന്നെ ഡോർമാറ്റ് ആക്കാൻ പറ്റില്ല. അവിടെ ഡോർമാറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാലിലെ അഴുക്ക് ആളുകൾ തേച്ചിട്ട് പോകും. ഡോണ്ട് ഗിവ് ഓൾ ദീസ് ചാൻസസ് ടു അതേഴ്സ്. ആരാണെങ്കിലും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇൻലോസ് ആണെങ്കിലും അയലോക്കക്കാരനാണെങ്കിലും ഇക്കണ്ടടുത്ത് നിൽക്കണം. നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് ചെയ്തു കൊടുക്കുകയും വേണം കേട്ടോ. അല്ലാതെ ഡോണ്ട് ഡിനൈ ദം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓർ അങ്ങനത്തെ. ഇപ്പം ജോലിക്ക് ആളെ നിർത്തണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് അതെല്ലാം മുന്നിട്ട് നിന്ന് ചെയ്യുന്ന ഒരു മക്കളാണ് ഞങ്ങൾ. മനസ്സിലായോ? അവർ ഞങ്ങളെയാണ് വന്ന് നിന്ന് പറയുന്നത്. പിന്നെന്താ, അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ലേ? അതിന് ഷെടാ, പഠിക്കാൻ കഴിവുള്ള കുട്ടികളായതുകൊണ്ടല്ലേ പഠിപ്പിച്ചത്. എന്തോരം അച്ഛനമ്മമാരുണ്ട് എന്താ പറയുക, പഠിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുന്നതും പഠിപ്പിക്കാത്തതും ഒക്കെ. അല്ല, പഠിപ്പിക്കാൻ റെഡിയാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊട്ടക്കണക്കിന് ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്തിട്ടാണ് ചിലരൊക്കെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. തന്നെത്താൻ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് തന്നെയാണ്. 10 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതത്രയേ ഉള്ളൂ. 1 രൂപ ഇൻഹെറിറ്റൻസ് ഇല്ല കേട്ടോ. അവിടെ നിന്നും ആരും സ്വത്തും പണമൊന്നും എഴുതി വെച്ചിട്ടുമില്ല. അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളതെല്ലാം അവരവരുടെ മകൾക്ക് കൊടുത്തിട്ടുമുണ്ട്. ഞാനിതെന്ന് പറയും. എന്നെ ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, അൺസബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടെൽ ഓൾ ദ ഡാർക്ക് തിങ്സ് ഉണ്ട്. അതുകൊണ്ട് അനുപ, സ്റ്റോപ്പ് വാച്ചിങ് മൈ വീഡിയോ കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ളവർ എന്നെ വാച്ച് ചെയ്യണമെന്നും എന്നെ പൊക്കി കൊണ്ട് കിടക്കണമെന്നും എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് ഈ പൊക്കലൊന്നും എനിക്ക് ഏക്കത്തുമില്ല. കാരണം ഞാൻ അത്ര പിടിവിട്ട് നിൽക്കുകയാണ്. ഒരു കുറ്റം പറയാൻ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് വയസ്സായില്ലേ? നമുക്ക് വയസ്സായെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ എന്ത് വേണം? എനിക്കും ആകും വയസ്സ്. എന്തല്ലേ എനിക്കിങ്ങനെ ആയിപ്പോയത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മെനോപോസ്, പിന്നെ എൻ്റെ എന്താ പറയുക 4 ആയിരുന്നല്ലോ. ആ ഡോക്ടർ എന്ന് പറയായിരുന്നു, എന്താ നിങ്ങൾ കാണിച്ചു കിട്ടിയത്, ഹാർട്ട് അറ്റാക്ക് വന്നേനെന്ന്. ഒരിക്കലും ഇത് ആക്കാതിരിക്കരുത് കേട്ടോ. അനീമിയ ഇവിടെ ഇങ്ങനെ ഒരു പ്രാവ് ഉറുകുന്ന പോലെയായിരുന്നു. സോ ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. പിന്നെ നന്മമരം ആകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് അയ്യോ എൻ്റെ അമ്മായിയമ്മ അങ്ങനത്തെയാണ്, എൻ്റെ അമ്മായിയമ്മ ഇതാണ്, എന്നോട് ഇങ്ങനെയാണ്. ഒരു കാര്യമില്ല കുഞ്ഞുങ്ങളെ. അമ്മയ്ക്ക് അമ്മ ആവുള്ളൂ. മറ്റതെല്ലാം അത് റിലേഷൻഷിപ്സാണ്. നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുന്നില്ലേ? ഫ്രണ്ട്ഷിപ്സ് നല്ല ആളുകൾ കിട്ടാറുണ്ട്. അതുപോലെ ഉള്ളൊരു ലക്കാണ് ഈ അമ്മായിയമ്മയൊക്കെ നല്ലതെന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ചിരിച്ചിട്ട് പുറകിൽ പോയി മറ്റുള്ളവരെ മകനെ പറ്റി കുറ്റം പറയുന്നത് മരുമകളെ താത്താൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോഴും വിശ്വാസമില്ല അരവിന്ദിൻ്റെ അമ്മയ്ക്ക് അരവിന്ദിനെ ഇഷ്ടമല്ല എന്നുള്ളത്. നല്ല ഇഷ്ടമായിരിക്കും, എന്നെയാണ് ഇഷ്ടമല്ലാത്തത് അവർക്ക്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. ഇപ്പം ഞാനിങ്ങനെ റിയാക്ട് ചെയ്തില്ലേ, പലർക്കും ഇഷ്ടാവില്ലല്ലോ. ദാറ്റ് ഇസ് മീ. എൻ്റെ അടുത്ത് നല്ല പോലെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരെയും സൊസൈറ്റിയിലുള്ള നിലയും വിലയും നോക്കിയൊന്നും അല്ല ഞാൻ ആരെയും സ്നേഹിക്കുന്നത് കേട്ടോ. ഒരുപാട് താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരോടും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ സംസാരിക്കും, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും, വെട്ടിത്തുറന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്യും. അത് ഒരുപാട് പേർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഈ യൂട്യൂബ് ചാനലൊന്നും എനിക്ക് എന്താ ഞാൻ പറയുക, യൂട്യൂബ് ചാനൽ ഈസ് ഫോർ മീ ടു കൺവേഴ്സ് ടു സം പീപ്പിൾ. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ, അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഞാനിത് പറയുമ്പോൾ. കാരണം ഇത് പറയാൻ എല്ലാവരും ധൈര്യപ്പെടില്ല. അയ്യോ ഞങ്ങളുടെ പേര് പോകും, ഞങ്ങൾ ഭയങ്കര നല്ലവരാ. എന്ത് നല്ലവര്? ഈ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ എങ്ങും നല്ലവരും കെട്ടവരും ചീത്തവരും ഒന്നും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഓരോരു പ്രവർത്തിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞു. ശരി, ഞാനേ ലോ പോയിന്റ് പറയാൻ മറന്നുപോയിട്ടോ. അപ്പം ഇതങ്ങോട്ട് അവിടെ ഇരുന്നോ, ഒതുക്കിക്കോളൂ കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഇതുപോലത്തെ കമൻസ് ഇടണം എന്ന് വിചാരിക്കണം. കാണണ്ടെന്നേ. അവർ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ബട്ടൺ, അതടിച്ചിട്ടങ്ങ് പൊക്കോ, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായിരുന്നു ഞാൻ പറയാനാ നിയമം. ഒരു പോയിന്റ് പറയാവേ. നിങ്ങൾ ഈ നേര് സിനിമ കണ്ടില്ലായിരുന്നോ? നേര് സിനിമയിൽ അലിബായ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് അലിബായ്? അലിബായ് എന്താണെന്ന് അടിച്ചു നോക്കൂ. ALIBI. ചിലർ അലിബി എന്ന് പറയും, തെറ്റാട്ടോ. അലിബായ് എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ കേസിലൊക്കെ
ഇപ്പോൾ ഒരാൾ പോയി കൊന്നിട്ട് പോയി എന്നുള്ളത് പ്രൂവ് ചെയ്ത് FIR ഒക്കെ ഫയൽ ചെയ്തു പോലീസ്. അപ്പം അയാളുടെ ചുമതലയാണ്, ഞാനല്ല പോയത് അവിടെ, ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പ്രൂവ് ചെയ്യും. അതിനെയാണ് അലിബായ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മൂന്നാറിലൊരു റിസോർട്ടിൽ ഇരിക്കുമായിരുന്നെന്നാണ് ആ പയ്യൻ പറയുന്നത് കേട്ടോ. ആ സിനിമയിലെ നേര് സിനിമയിലെ ആരാണോ കൃത്യം ചെയ്തത് അവൻ പറയുന്നത് ഈ കൃത്യം നടന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം FIR പറഞ്ഞിരിക്കുന്നത് ഇന്ന സമയത്തല്ലേ. അപ്പം ഇവർ കോൺകോക്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഈ പയ്യൻ അവിടെയായിരുന്നു. ഇവൻ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഇവൻ്റെ ഡ്രൈവറെ അവിടെ ആ സ്ഥലത്തേക്ക് വിട്ടിരുന്നു. അവൻ്റെ മൊബൈൽ ടവർ അവിടെയാണ്. കാരണം ഇവൻ്റെ മൊബൈൽ അയാളുടെ കയ്യിലായിരുന്നു, ഡ്രൈവറുടെ കയ്യിൽ. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറേ ആലിബായി പ്രൂവ് ചെയ്യാനുള്ള തിങ്സ് ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. പക്ഷെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ കണ്ടുപിടിക്കുന്നുണ്ട് ഇത് കോൺകോക്റ്റഡ് ആണെന്നുള്ളത്. കാരണം വെട്ടി മുറിച്ച് ഉണ്ടാക്കിയതിൻ്റെ പ്രൂഫ് അവർ കൊണ്ടുവന്ന് കൊടുത്ത് അവർ ഇതാക്കും. അപ്പം ആലിബായ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ. ആ എന്താ പറയുക, ആ അലെജ്ഡ് ക്രൈം നടന്ന സമയത്ത് ഈ പറഞ്ഞ അലെജ്ഡ് ക്രിമിനൽ വാസ് നോട്ട് ദെയർ ഇൻ ദാറ്റ് പ്ലേസ്. അയാൾ വേറെ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുക. എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ക്യാമറ ഉണ്ട്, CCTV അതൊക്കെ ഉണ്ട്. പിന്നെ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതൊക്കെ കോൺകോക്റ്റഡ് ആയിട്ട് പൈസ കൊടുത്ത് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ, അതേപോലെ അങ്ങനെ അവർ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കണ്ടു നോക്കിട്ടോ, അത് യൂട്യൂബിലുണ്ട്. മമ്മൂട്ടി ഇതേപോലെ തന്നെ അലിബായ് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ ആളുകൾ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കല്യാണത്തിന് നിൽക്കുന്ന ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതും തിരിച്ചു വച്ചിട്ടുണ്ട്. എന്താ പറയണേ ക്ലോക്ക്. അപ്പം മമ്മൂട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോക്കിനകത്ത് ഇത്ര സമയമാകുമ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഒരു ഇതല്ലേ, ആ സൂര്യൻ എവിടെ ഉണ്ടാവണം, നിഴൽ എവിടെ വരണം എന്ന് ശാസ്ത്രീയമായിട്ട് കാണിച്ചു കൊടുക്കും ജഡ്ജിനെ കൊണ്ടുപോയിട്ട്. അതായത് ഇവർ 5:30 മണിക്ക് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ നിഴൽ ഇവിടെയല്ല വരേണ്ടത്, അല്ലെങ്കിൽ 12:30 മണിക്കാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഈ കൃത്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ പോയി നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അവർക്ക് അവർ ഫോട്ടോ എടുത്ത സമയം അതേ കൃത്യം നടന്ന അതേ സമയത്ത് എടുക്കണമായിരുന്നു. ഇവർ ക്ലോക്ക് മാത്രം മാറ്റി വെച്ചു. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഏറ്റവും വലിയ ക്ലോക്ക് മുകളിലിരിക്കുന്നു. അതാണ് എപ്പോഴും എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിലും അത് പ്രകൃതി തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറുത് ബാക്കി വെച്ചേക്കും എന്ന് പറയും. ആ അഭിഭാഷകൻ്റെ കേസ് ഡയറി നല്ല ഒരു പാട്ടുണ്ട് അതിനകത്ത്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ? അത് ഓർമ്മ തന്നെ ഉണ്ടോ? ഹീര, പിന്നെ നടിയുടെ പേര്. പിന്നെ ഇയാൾ രാജു, മണിയമ്പിള്ള രാജുവാണ് അതിൻ്റെ ബ്രദറായിട്ട്. എന്നിട്ട് അയാളിനെ പാവം, അയാളാണ് ഈ കൃത്യം ചെയ്തതെന്നൊക്കെ പറയുന്നത്. അവരെ വീട്ടിലൊരു വേലക്കാരി കൊച്ചിനെ, കാവേരി, അതിനെ കുറേ ആളുകൾ കൂടിയിട്ട് റേപ്പ് ചെയ്യുന്നതാണ് കഥ. എന്നിട്ട് ഇയാളുടെ തലയിൽ വെക്കുന്നു. എന്നിട്ട് മമ്മൂട്ടീനെ കൊണ്ടുവരുന്നു. ഇവരുടെ അമ്മാവൻ അവിടെ ഒരു ലോക്കൽ കോടതിയിലെ വക്കീലാണ്. അപ്പോൾ വലിയ വക്കീലിനെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നു. കാരണം ഇയാൾക്ക് നേരത്തെ അറിയാവുന്ന എന്താണ് നന്ദഗോപാൽ മാരാർ എന്നൊക്കെ പറയും. എന്ത് നല്ല പേരുകളൊക്കെ അല്ലേ ഇടുന്ന വക്കീലന്മാർക്ക്. പിന്നെ എന്തുവായിരുന്നു, ഞാനൊരു കഥ എഴുതി തുടങ്ങി. ഞാനിതിൽ അനൗൺസ് ചെയ്യേണ്ട എന്തിനാണെന്നറിയാമോ? എന്നാലേ ഞാൻ എഴുതുള്ളൂ. ഒരു 4 പേജ് എഴുതി വെച്ചിരിക്കുകയാണ്. കഥയല്ല, നോവൽ. അതൊരു 300 പേജൊക്കെ ഉണ്ടാവും. എൻ്റെ ലോ കരിയറിനെ പറ്റിയിട്ടാണ്. ഒരു എന്താ പറയുക, ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ളൊരു സാധനം. പക്ഷെ അത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. രണ്ടും ഇംഗ്ലീഷിൽ തന്നെയാട്ടോ എഴുതണേ. മലയാളത്തിൽ അങ്ങോട്ട് വഴങ്ങുന്നില്ല. കാരണം മലയാളത്തിൽ എഴുതുമ്പോൾ ഈ കേസസൊക്കെ ഇല്ലേ എല്ലാം ഇംഗ്ലീഷിലാണ് റിപ്പോർട്ടഡൊക്കെ അയക്കണം. അപ്പോൾ എനിക്ക് അത് നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നിങ്ങൾ പറ, മലയാളത്തിൽ എഴുതണോ? മലയാളത്തിൽ എഴുതണമെങ്കിൽ ആരെങ്കിലും സഹായിക്കാനായിട്ട് ഒരു ആൻറ്റി ഉണ്ട്, രഹസ്യം എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയത്. സീക്രട്ട് ബുക്ക് രഹസ്യം എന്നുള്ള പേരിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, വായിച്ചു നോക്കണം കേട്ടോ. അത് ആ ആൻറ്റി നല്ലതായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബുക്ക് ഞാനൊന്ന് ആ ആൻറ്റിയെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാനിരിക്കുക. എത്രയാണ് വേണ്ടതെന്നൊക്കെ. വനിതയിൽ ഞാൻ കണ്ടതാണ് ആ ആൻറ്റിയാണ്, ഒരു ആൻറ്റിയുടെ പേരിനെ. അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം. അതിനകത്ത് വനിത കാണാനില്ല. ഇപ്പോൾ ഇന്നലെയൊക്കെ ഫുള്ളിരുന്ന് ഞാൻ നോക്കി അത് എന്ത് ചെയ്യുന്ന എവിടെയോ വെച്ചിട്ടുണ്ട്. ഇതിൽ തപ്പിയുണ്ടാവും, ഗൂഗിളിലുണ്ടാവുമായിരിക്കും ട്രാൻസ്ലേഷൻ ആരാ ചെയ്തതെന്നൊക്കെ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ഒരു ഡാർക്ക് സൈഡായിട്ട് കണ്ടോളൂ.
എനിക്കും ഉണ്ടല്ലോ, കോയിൻസിന് 2 വശം ഉണ്ടെന്ന് അതിനകത്ത് എഴുതുന്നുണ്ടായിരുന്നു. കോയിൻസിൻ്റെ 2 വശങ്ങളുമാണ് കുഞ്ഞെ ഇതൊക്കെ. ഞാനും ഭയങ്കര നല്ല കുട്ടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ആര് രൂപക്കൂട്ടിൽ വയ്ക്കാനും കൊള്ളത്തില്ല. ഞാനൊരു അൽഫോൺസാമയാവാനോ അല്ലെങ്കിൽ മദർ തെരേസ ആകാനോ ഒന്നും യോഗ്യതയുള്ള ആളല്ല. ഐ ഹാവ് മൈ ഓൺ ഫ്ലോസ് ആൻഡ് ആ ഫ്ലോസോട് കൂടിയിട്ട് എൻ്റെ കഥകൾ കേൾക്കാനുള്ള ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ കൂടെ കൂടൂ പ്ലീസ്. എനിക്ക് അങ്ങനെയുള്ളവർ മതി എൻ്റെ കൂടെ. ബാക്കിയുള്ളവരെല്ലാവരും കൊഴിഞ്ഞു പോയിക്കോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എന്നെ ആൻറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ദാറ്റ് ഇസ് മൈ ഡാർക്ക് സൈഡ്. അതെന്തിനാണ് ഞാൻ മാറ്റുന്നത്? ഏതോ കുട്ടികൾ വന്ന് പറയുമ്പോഴേക്കും എൻ്റെ 10-30 വർഷത്തെ എൻ്റെ ഈ വിഷമം അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മദർ ട്രീസി ഒന്നും ആകാൻ പറ്റില്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും, ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും. ദിസ് ഇസ് വാട്ട് ദേ ഹാവ് ഡൺ, അത് പറഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വായിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരില്ല ഒന്നും, പക്ഷെ അവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അഴുക്കായിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള അഴുക്ക് ചെയ്യുന്നവരുടെ അഴുക്കുകൾ ഞാൻ വിളിച്ചു പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഓക്കെ, എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ സഖിമാർ എൻ്റെ കൂടെ നിൽക്കും. ശരിയല്ലേ? താങ്ക് യു. ഞാൻ പ്രാക്ടീസിന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പ്രാക്ടീസ് തിരിച്ച് തുടങ്ങാം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മടിച്ചിയായിരിക്കുകയാണ് ഞാൻ, പക്ഷെ ഞാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഒരു കുറച്ചാളും കൂടെ കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ വൈൻഡപ്പ് ചെയ്യണമല്ലോ. ഐ സ്റ്റാർട്ട് ഇൻ എ സ്മോൾ ടൗൺ ഇൻ കേരള എന്ന് ഞാൻ വിചാരിച്ചേക്കണേ. ഒരുപാട് സ്ത്രീകൾക്ക് ഞാൻ ആശ്വാസമാകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്ത് തോന്നുന്നു? നിങ്ങൾ എന്ത് പറയണം? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു, ബൈ. ഇപ്പം അയ്യോ താഴെ പോയി, സോറി, പിന്നെ വരാട്ടോ.